കശാപ്പ് നിരോധനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനും തീരുമാനമായി. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എങ്ങനെ ഈ വിഷയം ഹാൻഡിൽ ചെയ്യാമെന്നാണ് നിലവിൽ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. സൗമ്യ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, പ്രധാനമായും രണ്ട് സാധ്യതകളായിരുന്നു ഇന്നത്തെ ക്യാബിനറ്റ് യോഗം പരിഗണിച്ചിരുന്നത്. ഒന്ന്, ബീഫ് കശാപ്പ് നിരോധന വിഷയത്തിൽ ഇത് സംസ്ഥാന പരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണ്, സംസ്ഥാന വിഷയത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന ബോധ്യമുള്ള പശ്ചാത്തലത്തിൽ അതിൽ കോടതിയെ സമീപിക്കുക എന്ന പ്രാഥമികമായ പരിഗണന ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നു. അത് ഏത് കോടതിയായിരിക്കും സമീപിക്കുക എന്ന് അല്പസമയത്തിനകം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. രണ്ട്, ഇതിനായി സംസ്ഥാന വിഷയത്തിന്മേലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റത്തിൽ ഈ കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുക, അതിന് വളരെ വേഗത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കും. അതിൻ്റെ തീയതി ആലോചിക്കുന്നതിനായി നാളെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ സംസ്ഥാനം എടുത്തിരിക്കുന്ന രാഷ്ട്രീയമായ ബദൽ എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയേണ്ടതായി വരും. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൽ ഉള്ള സംസ്ഥാനത്തിൻ്റെ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഈ ഉത്തരവ് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് സുനിശ്ചിതമായി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതി. അതിന് പിന്നാലെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കോടതിയെ സമീപിക്കുക, രണ്ട് നിയമനിർമ്മാണത്തിൽ ഏർപ്പെടുക, ഇങ്ങനെ രണ്ട് സാധ്യതകളും പരിഗണിച്ചിരിക്കുന്നത്. അതോടൊപ്പം വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി ഇന്ന് ഉണ്ടായിരിക്കുന്നത്, നേരത്തെ CNAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം കരാറിൽ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അദാനി പോർട്സുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് CNAG കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമെന്ന് 2 ദിവസങ്ങൾക്ക് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഈ കാര്യങ്ങൾ പരിശോധിച്ചു. ജുഡീഷ്യൽ കമ്മീഷനായി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രനെ ഇപ്പോൾ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ടൈംസ് ഓഫ് റെഫറൻസ് വരും ദിവസങ്ങളിൽ തീരുമാനിക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇങ്ങനെ 2 സുപ്രധാനമായ കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഉണ്ടായിരിക്കുന്നു. സൗമ്യ, ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പോംവഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, നിലവിൽ കോടതിയിൽ പോകുക എന്നുള്ളത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ മുഴുവൻ പവറും ഉപയോഗിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകണമോ എന്നൊരു ചിന്ത ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇനി പ്രത്യേക സമ്മേളനം വിളിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ അഭിപ്രായ ഭേദമന്യേ ഈ ഒരു വിഷയത്തിൽ ഒറ്റ അഭിപ്രായമാണ് എന്നുള്ളത് കൊണ്ടുകൂടി അത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ സജീവമായ ഒരു ചർച്ചയ്ക്കായിരിക്കുമോ സഭയും സാക്ഷ്യം വഹിക്കുക, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കശാപ്പ് നിരോധന വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏകണ്ഠമായ ഒരു പ്രമേയം കൊണ്ടുവന്ന് ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു പ്രമേയത്തിലൂടെയോ അല്ലെങ്കിൽ നിയമ നിർമ്മാണത്തിലൂടെയോ ഓർഡിനൻസ് അതിൻ്റെ സാധ്യതകളാണ് പരിശോധിക്കുക എന്നതായിരിക്കാം നമ്മൾ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ 12:00 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കും. ഒരുപക്ഷെ ഏകണ്ഠമായി തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന ഒരു പൊതു സമീപനം സർക്കാരിനുണ്ടെങ്കിൽ പോലും BJPയുടെ ഒരു അംഗത്തിൻ്റെ പിന്തുണ ഈ കാര്യത്തിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ പൊതുവിൽ സർക്കാർ കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിയോജിപ്പോടുകൂടിയായിരിക്കും ഒരുപക്ഷെ ഈ കാര്യത്തിൽ പ്രമേയം അല്ലെങ്കിൽ ഇതുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏത് തരത്തിലായിരിക്കും സർക്കാർ നീങ്ങുക എന്ന് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീവൻ, അവിടെയാണ്, അതായത് നമ്മൾ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടി അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല മാർഗങ്ങൾ തേടുന്നതിനൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ മറ്റ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ ഒരു കൂട്ടായ യോജിച്ച ഒരു തീരുമാനം ഉണ്ടാകണം എന്നൊരു ആവശ്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതൊക്കെ നമ്മൾ
കണ്ടതാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു തീരുമാനത്തെ, കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ, പ്രത്യേകിച്ച് അതിന് പിന്നിലുണ്ടാകുന്ന, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദാരുണമായ സംഭവങ്ങളെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിധത്തിൽ മുന്നേറുകയായിരിക്കുമോ? ആ തരത്തിലുള്ള ഒരു വികാരം പൊതുവിൽ സംസ്ഥാന സർക്കാരിനുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ടോ ജീവൻ? സൗമ്യ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. രാഷ്ട്രീയമായ തീരുമാനങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിൽ കശാപ്പ് നിരോധനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിറക്കുന്നതിനുള്ള പരിമിതിയാണ് പ്രധാനമായും സംസ്ഥാനം ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വളരെ കൃത്യമായി തന്നെ മൃഗപരിപാലനം എന്നത് സംസ്ഥാന വിഷയമാണ്, സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾക്ക് മേളിലുള്ളൊരു കടന്നുകയറ്റമാണ് എന്ന് സുനിശ്ചിതമായ അഭിപ്രായം വളരെ നേരത്തെ തന്നെ മൃഗപരിപാലനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി നേരത്തെ കെ രാജു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കെ രാജുവിൻ്റെ തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്നേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതീകരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കോഴിക്കോടായതിനാൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നലെ ഈ കാര്യത്തിൽ മന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലത്തിൽ നിലവിൽ രണ്ട് സാധ്യതകളും, സർക്കാരിൻ്റെ മുന്നിലുള്ള രണ്ട് സാധ്യതകളെയും സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്ന്, മദ്രാസ് ഹൈക്കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ കോടതിയെ സമീപിക്കുക. അത് ഏത് കോടതിയായിരിക്കും സമീപിക്കുക എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. അത് സുപ്രീം കോടതിയാണോ? സുപ്രീം കോടതിയാണെങ്കിൽ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി, മറ്റ് പ്രതിപക്ഷ നിരയിലുള്ള സംസ്ഥാനങ്ങളെ കൂടി കക്ഷി ചേർക്കുക എന്ന രാഷ്ട്രീയമായ തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതായിരിക്കും ഒരുപക്ഷെ പരിഗണിക്കുക. അത് രാഷ്ട്രീയ തീരുമാനമാണ്. പക്ഷേ എന്തായാലും കേരളം ഈ കാര്യത്തിൽ നിയമത്തിൻ്റെ വഴി തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം കോടതിയിൽ നിന്നും പ്രതികൂലമായ പരാമർശങ്ങളോ മറ്റാണ് ഉണ്ടാവുന്നതെങ്കിൽ സംസ്ഥാന അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ഈ കാര്യത്തിൽ നടത്തുന്നതിനുമാണ് ഇപ്പോൾ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നതും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുന്നു എന്ന പ്രത്യേകതയാണ് ഈ കാര്യത്തിലുള്ളത്. സൗമ്യ, അവിടെ സ്വാഭാവികമായും കോടതി, ഇവിടെ ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയും കോടതിയിലേക്ക് പോകുമ്പോൾ ഈ വിഷയത്തിന് നിയമപരമായ വിഷയങ്ങൾ മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കാലതാമസമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരിച്ചടികളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ ആ വിധത്തിൽ കൂടി ചർച്ച ചെയ്തുകൊണ്ടാണോ ഇന്നത്തെ മന്ത്രിസഭാ യോഗം പുരോഗമിച്ചത്? സൗമ്യ, ഈ കാര്യത്തിൽ കാലതാമസം ഒട്ടും വരാൻ പാടില്ല. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടാണ് ആ കാര്യത്തിലുള്ളത്. കാരണം അമാന്തമൊന്നും കൂടാതെ വളരെ വേഗം ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് പാലിക്കേണ്ടതായി വരും. കാരണം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഏത് തരത്തിലാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും അത് ചലഞ്ച് ചെയ്തുകൊണ്ട് നിയമപരമായി സമീപിച്ചാൽ ഒരുപക്ഷെ പോലീസ് അടക്കമുള്ളവർക്ക് ചില നടപടികൾ എടുക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വേഗം നടപടിയെടുക്കുക, നിലപാടെടുക്കുക എന്നതാണ് പ്രധാനമായും സൂചിപ്പിക്കുക, അല്ലെങ്കിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ നേരത്തെ 17 പാർട്ടികളുടെ ഒരു ഐക്യനിര രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകോപനം ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് രാഷ്ട്രീയമായി ആലോചിക്കുന്ന ഒരു വസ്തുത. രണ്ടാമത്തെ വസ്തുതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണം, അല്ലെങ്കിൽ നിയമസഭയുടെ പ്രമേയം കൊണ്ടുവരിക. അത് ഏത് തരത്തിലാണ്, നിയമസഭയിൽ നിന്നും ഒരു പ്രമേയമാണോ കൊണ്ടുവരാൻ, സ്പെഷ്യൽ നിയമസഭാ സമ്മേളനത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച് അതിനുശേഷം അത് നിയമമായി മാറ്റുക എന്നതാണോ? ഒരുപക്ഷെ നിയമപരമായ പ്രക്രിയയാണെങ്കിൽ, നിയമം കൊണ്ടുവരിക എന്ന പ്രക്രിയയാണെങ്കിൽ അതിന് സുദീർഘമായൊരു പ്രോസസ്സ് തന്നെ ഉണ്ടാവും. കാരണം ആക്റ്റും ചട്ടങ്ങളുമെല്ലാം ഉണ്ടാവണം. അത് ഗവർണർ അംഗീകരിക്കണം, രാഷ്ട്രപതിയുടെ പരിഗണന, അല്ലെങ്കിൽ അതിന് ഗവർണർ ആ നിയമത്തിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് ഒരു ലോങ് പ്രൊസീജിയർ ആയതിനാൽ വളരെ വേഗത്തിൽ ഉണ്ടാവേണ്ടത് നിയമപരമായ ഒരു റെമഡിയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കോടതിയെ സമീപിക്കുക എന്ന പൊതു തീരുമാനത്തിലേക്ക്, അതിൽ ഒരു രാഷ്ട്രീയവും നിയമവും കൂടിക്കലർന്ന ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം എടുത്തത്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ കശാപ്പ് നിരോധനവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭായോഗം എടുത്തിരിക്കുന്ന തീരുമാനം. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കും ഇതുമായി ബന്ധപ്പെട്ട.